അപ്പോൾ GSTയിൽ എന്തൊക്കെയാണ് കുറയുക, വില കുറയുക എന്നതല്ലേ നമ്മുടെ എല്ലാവരുടെയും ഒരു ആകാംക്ഷ. ഉറ്റുനോക്കുന്നത് അതിൽ തന്നെയല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പങ്കുവയ്ക്കാം നിങ്ങളോട്. വില കുറയുന്നവ ഏതൊക്കെയാണെന്ന് പറയാം. പാലുമായി അനുബന്ധ ഉൽപ്പന്നങ്ങൾ, ഇവയ്ക്കൊക്കെ വില കുറയാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. ഉറപ്പായും വില കുറയും. 5% പുതുക്കിയത്. അപ്പോൾ വില GST 0% മാറ്റി. അതായത് ഈ 5% എന്നത് എടുത്തു മാറ്റിയിട്ടുണ്ട് പാലിനും പാലുൽപ്പന്നങ്ങൾക്കും. വെണ്ണ, നെയ്യ്, ചീസ്, നൂഡിൽസ്, അതിനൊക്കെ പഴയ നിരക്ക് 12% പുതുക്കിയത് 5%. കാപ്പിപ്പൊടി, ചായപ്പൊടി, അത് പഴയ നിരക്ക് 18%, പുതുക്കിയത് 5%. ചപ്പാത്തി, പൊറോട്ട, ഇന്ത്യൻ ബ്രെഡുകൾ, ഇവയ്ക്കൊക്കെ 18% നേരത്തെ നികുതിയെങ്കിൽ പുതുക്കിയ നികുതി ഇല്ല എന്നതാണ്, 0% എന്നതാണ് പ്രത്യേകത. ബേക്കറി ഉൽപ്പന്നങ്ങൾ, കോൺഫ്ലേക്സ്, ഇവയ്ക്കൊക്കെ പഴയ നികുതി 18%, പുതിയത് 5%. ചോക്ലേറ്റ്, ഐസ്ക്രീം, ഇതൊക്കെ 18% നിന്നും 5% മാറിയിട്ടുണ്ട്. പിന്നെയുമുണ്ട് ഉൽപ്പന്നങ്ങൾ, സോപ്പ്, ഹെയർ ഓയിൽ, ഷാംപൂ, ഇതൊക്കെ 18% 5% കുറഞ്ഞിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, ടാൽക്കം പൗഡർ, ഇവയ്ക്കും 18% നിന്നും 5% ഒരു കുറവാണ് വന്നിട്ടുള്ളത്. കുട, 2500 രൂപയിൽ താഴെയുള്ള ചെരുപ്പ്, ഇവയ്ക്ക് 12% നേരത്തെ ഉണ്ടായിരുന്ന നികുതിയെങ്കിൽ പുതുക്കിയത് 5%. ഗൃഹോപകരണങ്ങൾ, പഴയതിന് 28% ഉണ്ടായിരുന്നു, പുതുക്കിയ നിരക്ക് പ്രകാരം അത് 18% ആയിട്ടുണ്ട്. അടുക്കള പാത്രങ്ങൾ, സ്പൂണുകൾ, ഇവയ്ക്കൊക്കെ 12% നികുതി 5% കുറഞ്ഞിട്ടുണ്ട്. വില കുറയുന്ന മറ്റ് ഉപകരണങ്ങൾ, പഠനോപകരണങ്ങൾ ആണ്. ഇതിൽ പെൻസിൽ, പേപ്പർ, നോട്ട്ബുക്ക്, ഇവയ്ക്കൊക്കെ 12% നികുതി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 0% മാറിയിട്ടുണ്ട്. പഠനോപകരണങ്ങളിൽ തന്നെ ഗ്രാഫ് ബുക്ക്, മാപ്പ്, ഗ്ലോബ്, ഇവയ്ക്കും 12% അതിനും നികുതി എടുത്തു മാറ്റിയിട്ടുണ്ട്. കണ്ണടകളും ലെൻസും, അതിന് പഴയത് 12% നികുതിയെങ്കിൽ പുതുക്കിയത് 0%. പഠനോപകരണങ്ങളിൽ തന്നെ പെൻസിലും പേപ്പറും നോട്ട്ബുക്കും, ഇവയ്ക്കും 12% ഉണ്ടായിരുന്നു നികുതി, അതും നികുതി ഇല്ലായ്മയിലേക്ക് പോകുന്നു, 0%. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലുമുണ്ട്. അത് പഴയത് 18% ആയിരുന്നുവെങ്കിൽ പുതുക്കിയ നിരക്ക് 0%. ഹെൽത്ത് ഇൻഷുറൻസിന് ഇനി മുതൽ നികുതിയില്ല. ട്രാക്ടർ, സ്പെയർ പാർട്സ്, ഇതിനൊക്കെ പഴയ നികുതി 12% ആയിരുന്നുവെങ്കിൽ പുതുക്കിയത് 5% ആയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും അതൊരു വലിയ നേട്ടമായിരിക്കും. കീടനാശിനികൾ, സ്പ്രിംഗ്ലർ, ഇവയ്ക്ക് പഴയതിന് 12% ആയിരുന്നു, പുതുക്കിയ നിരക്കനുസരിച്ച് ഇത് 12 നിന്നും 5 ആയിട്ടുണ്ട്. 33 ജീവൻ രക്ഷാ മരുന്നുകൾ, അവയ്ക്ക് പഴയതിന് 12% ആയിരുന്നുവെങ്കിൽ പുതുക്കിയത് 0%. നികുതി ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റെല്ലാ മരുന്നുകളും പഴയത് 12% നിന്ന് 5% മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സിമന്റ് 28% ആയിരുന്നു, അത് 18% ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോടെ GSTയുടെ പുതുക്കിയ നിരക്ക് നിലവിൽ വന്നു.